وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يحادون الله ورسوله كبتوا ما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين. يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 58-ാം അധ്യായം സൂറത്തുൽ മുജാദിലയാണ് നാം പഠിക്കുന്നത്. അതിലെ 4 ആയത്തുകൾ പഠിച്ചു. ഇന്ന് 5 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. അറബികളുടെ ഇടയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ജാഹിലിയ അറബികൾക്കിടയിൽ വിവാഹമോചനത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് ലിഹാർ എന്നും. ഔസ് ബിൻ സ്വാബിത് എന്ന വൃദ്ധനായ സ്വഹാബി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖൗലയെ ലിഹാർ ചെയ്തപ്പോൾ ആ ഖൗല ബീവി അള്ളാഹുവിൻ്റെ റസൂലിനോട് ചെന്ന് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞതും അതോടൊപ്പം റഹ്മാനായ റബ്ബിനോട് തൻ്റെ സങ്കടങ്ങളും പരാതികളും ബോധിപ്പിച്ചപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഖൗല ബീവിയുടെ സങ്കടങ്ങളെ, പരാതികളെ കേട്ടതും അതിന് ഉത്തരം നൽകിയതും എന്താണ് ലിഹാർ എന്നും ആ ലിഹാർ നടത്തിയാൽ ചെയ്യേണ്ട കഫാറത്ത്, പ്രായച്ചിത്തമൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ലിഹാർ എന്ന് പറയുന്ന ആ രീതി ഒരിക്കലും നല്ലതല്ലെന്നും അത് ചെയ്യരുതെന്നും അത് ചെയ്താൽ നിങ്ങൾ പ്രായച്ചിത്തം ചെയ്യണമെന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി. തുടർന്ന് അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു, ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ, യുഹാദ്ദൂന അവർ കിടമത്സരം നടത്തുന്നു, അല്ലെങ്കിൽ അവർ അതിർത്തി ലംഘിക്കുന്നു. കൃത്യമായ ഒരു അതിർത്തിയുണ്ട്. എങ്ങനെയാണ് വിവാഹമോചനം നടത്തേണ്ടത്, എങ്ങനെ പാടില്ല, എല്ലാറ്റിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, കുടുംബരംഗത്ത് എല്ലാം കൃത്യമായ ഒരു അതിർവരമ്പ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത് അല്ലാഹു പഠിപ്പിച്ചതാകണം. അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിടത്ത് നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. എന്നാൽ ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനോട് കിടമത്സരം നടത്തി, വ റസൂലഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് കിടമത്സരം നടത്തി,
അള്ളാഹു പറഞ്ഞത് അതാണ്, അറിയാം. അള്ളാഹിന്റെ റസൂൽ എങ്ങനെയാ പഠിപ്പിച്ചത് അതും അറിയാം. പക്ഷേ അത് എനിക്ക് യോജിക്കുന്നില്ല. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സമയത്ത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ ജീവിത രീതിയുമായി പൊരുത്തപ്പെടാൻ പറ്റില്ല, അതൊരു ശരിയായ രീതിയല്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവരുടെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ച് കിടമത്സരം നടത്തുന്നവർ, അത്തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്കൊക്കെ ബാധകമാണ്. അള്ളാഹും റസൂലും പഠിപ്പിച്ചിടത്ത് നിൽക്കാതെ മറ്റൊരു മാർഗം സ്വീകരിക്കുന്ന ആളുകൾ കൂബിത്തു, അവർക്ക് അള്ളാഹു നൽകുന്ന താക്കീതാണ് കൂബിത്തു, തീർച്ചയായും അവർ അപമാനിക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ആരെങ്കിലും കിടമത്സരം നടത്തിയിട്ട് അപ്പറഞ്ഞത് എനിക്ക് യോജിക്കാൻ കഴിയില്ല, അള്ളാഹുവിന്റെ റസൂലിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അള്ളാഹ് പറഞ്ഞ അപ്പരിപാടിയോട്, ആ ഏർപ്പാടിനോട്, ആ നിയമത്തിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല, അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഈ ഏർപ്പാടിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെയോ അവന്റെ പ്രവാചകന്റെയോ ഏതെങ്കിലും ഒരു കൽപ്പനകളോട് എതിര് നിൽക്കുന്ന ആളുകൾ, അവരോട് കിടമത്സരം നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന താക്കീത് കൂബിത്തു, തീർച്ചയായും അവർ വഷളാക്കപ്പെടുക തന്നെ ചെയ്യും. അവർ അപമാനിക്കപ്പെടും, അവർ നിന്ദിക്കപ്പെടും. ഏതുപോലെ? കമാ കുബിത, നിന്ദിക്കപ്പെട്ടതുപോലെ അല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകൾ, മുമ്പ് കഴിഞ്ഞു പോയ പല സമൂഹവും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾക്ക് എതിരായി, അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചയച്ച പ്രവാചകന്മാരുടെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിച്ചപ്പോ അള്ളാഹു പലരെയും നിന്ദിച്ചിട്ടുണ്ട്, വഷളാക്കിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളൊക്കെ പഠിച്ചതാണ്. അള്ളാഹു പറയുന്നത് കമാ കുബിതല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനോടും കിടമത്സരം നടത്താൻ നിങ്ങൾ മനക്കെട്ടാൽ തീർച്ചയായും നിങ്ങളും വഷളാക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു കാക്കുമാറാവട്ടെ നമ്മളെയൊക്കെ. വഖദ് അൻസൽനാ ആയാതിൻ ബയ്യിനാതിൻ വലിൽ കാഫിരീന അദാബും മുഹീൻ. എന്നിട്ട് അല്ലാഹു പറയാ വഖദ് അൻസൽനാ, തീർച്ചയായും നാം ഇറക്കിയിട്ടുണ്ട്, നാം ഇറക്കിയിട്ടുണ്ട്, ആയാത്ത് പല ലക്ഷ്യങ്ങളെയും പല ദൃഷ്ടാന്തങ്ങളെയും നാം ഇറക്കിയിട്ടുണ്ട്. എങ്ങനത്തെ ദൃഷ്ടാന്തങ്ങളാണ്? ബയ്യിനാത്ത്, വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളെയും നാം ഇറക്കി തന്നിട്ടുണ്ട്. ഒരുപാട് സമൂഹത്തിന്റെ മൂസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച, ഈസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെക്കുറിച്ച്, ആദ് സമൂഹത്തെക്കുറിച്ച്, സമൂദ് ഗോത്രത്തെക്കുറിച്ച്, അങ്ങനെ പല സമൂഹങ്ങളെയും അള്ളാഹു വഷളാക്കിയതിന്റെ പല ഉദാഹരണങ്ങളും വഖദ് അൻസൽനാ ആയാതിൻ ബയ്യിനാത്ത്, വളരെ വ്യക്തമായ ആർക്കും മനസ്സിലാകാവുന്ന പല ലക്ഷ്യങ്ങളും നാം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിൽ കാഫിരീന അദാബും മുഹീൻ, വലിൽ കാഫിരീന, അവിശ്വാസികളാകുന്ന ആളുകൾക്കുണ്ട്, അദാബുൻ, ശിക്ഷയുണ്ട്, മുഹീനുൻ, വളരെ നിന്ദിക്കുന്ന ശിക്ഷ കാഫിരീങ്ങളാകുന്ന ആളുകൾക്ക് ഉണ്ട് എന്ന താക്കീത് അല്ലാഹു തആല നൽകുകയാണ്. 5-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ മുൻഗാമികളാകുന്ന പലരും അള്ളാഹുവിനെയും അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചയച്ച പ്രവാചകന്മാരെയും ധിക്കരിച്ച് തോന്നിവാസികളായി അവരെ എതിർത്ത്, അവരെ അപമാനിച്ച്, അവരെ ദ്രോഹിച്ച് കിടമത്സരം നടത്തി, തോന്നിയതുപോലെ ജീവിച്ച് കിടമത്സരം നടത്തിയ പല ആളുകളും ഉണ്ടായിരുന്നു. അള്ളാഹും റസൂലുമാരും പഠിപ്പിച്ച അതിർവരമ്പുകളെ മറികടന്ന പല ആളുകളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ വഷളാക്കിയിട്ടുണ്ട്. കൃത്യമായ പാഠങ്ങളും കൃത്യമായ ദൃഷ്ടാന്തങ്ങളും നാം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വഷളാക്കലിനെ നിങ്ങൾ ഭയപ്പെടുക. വലിൽ കാഫിരീന അദാബു മുഹീൻ, അത്തരം അവിശ്വാസികളായ ആളുകൾക്ക് മുഹീനായ, വളരെ നിന്ദ്യമായ ശിക്ഷ അവർക്കുണ്ട് എന്ന ശക്തമായ താക്കീതും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവും അവന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ രേഖ എവിടെയാണോ, അതിർത്തി എവിടെയാണോ അവിടെ നിൽക്കാൻ, അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഒരിക്കലും അള്ളാഹുവിനെയും റസൂലിനെയും അപ്പുറത്തേക്ക് പോകാൻ, അവരുടെ കൽപ്പനകളെ ലംഘിക്കുന്ന സാഹചര്യം ഒരിക്കലും വിശ്വാസിനികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതേ എന്ന ശക്തമായ താക്കീതാണ് അള്ളാഹു 5-ാമത്തെ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു വനസൂഹ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹുവും അവന്റെ റസൂലും നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള നിയമങ്ങളെ, അതിന്റെ ആ അതിർത്തികളെ ലംഘിച്ചുകൊണ്ട് കിടമത്സരം നടത്തുന്ന ആളുകളെ റഹ്മാനായ റബ്ബ് ശക്തമായ താക്കീത് നൽകുന്നു. മുമ്പ് കഴിഞ്ഞുപോയ പല സമൂഹങ്ങൾക്കും വഷളാക്കൽ ഉണ്ടായതുപോലെ നിങ്ങൾക്കും അത് ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എവിടെയാണ് ഈ വഷളത്തരം ഉണ്ടാവുക? ദുനിയാവിലുണ്ടാകും. അതിനേക്കാളൊക്കെ ഉപരി എവിടെയാണ് ഈ വഷളത്തരം ഉണ്ടാവുക? യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, യൗമ, ഒരു ദിവസം. എങ്ങനത്തെ ദിവസമാണ്? യബ്അസുഹും, എല്ലാ ആളുകളെയും പുനർജീവിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആര്? അല്ലാഹു. ജമീഅൻ, എല്ലാവരെയും മുഴുവനും. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ,
അവരെ മുഴുവൻ അല്ലാഹു എഴുന്നേൽപ്പിക്കപ്പെടുന്ന, പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം. അങ്ങനത്തെ ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്, എല്ലാവർക്കും വരാനുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ കുഞ്ഞുവരെയും നാളെ പുനർജീവിപ്പിക്കുന്ന ആ ബഅസിന്റെ നാളിൽ എല്ലാവരും അവിടെ ഉണ്ടാകും. എല്ലാവരെയും അല്ലാഹു അവിടെ ഒരുമിച്ച് കൂട്ടും. ഫയുനബ്ബിഉഹും, അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തുന്നതാണ്. അവരെ ബോധ്യപ്പെടുത്തും ബിമാ അമിലു, അവര് പ്രവർത്തിച്ചതിനെ പറ്റി അല്ലാഹു അവരെ ബോധ്യപ്പെടുത്തും. അഹ്സാഹുല്ലാ, അല്ലാഹു ക്ലിപ്തപ്പെടുത്തി കണക്കാക്കി വെച്ചിരിക്കുന്നു. വനസു, അല്ലാഹു അത് കണക്കാക്കി വളരെ വ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. അവർ പ്രവർത്തിച്ചത് എന്തൊക്കെയുണ്ട്. അല്ലാഹും അവന്റെ റസൂലും പഠിപ്പിക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്താലും അള്ളാഹുവിനെയും അതേ പ്രകാരം പ്രവാചകനെയൊക്കെ ഞങ്ങൾ കബളിപ്പിച്ചു, മുസ്ലിമീങ്ങളെ കബളിപ്പിച്ചു, ഖുർആനിനെതിരായി റസൂലുള്ളാഹിന്റെ ഹദീസുകൾക്ക് വിപരീതമായി ഞാൻ ചെയ്തു, പ്രവർത്തിച്ചു, സമ്പാദിച്ചു എന്നൊക്കെ നമ്മൾ ദുനിയാവിൽ നിന്ന് നമുക്ക് അഭിമാനിക്കാം. ഒരു പക്ഷേ പല നേട്ടങ്ങളും അതുകൊണ്ട് ദുന്യവിയായ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അല്ലാഹു പറയുന്നത് ഫയുനബ്ബിഉഹും ബിമാ അമിലൂ, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത്, നിങ്ങൾ എങ്ങനെയൊക്കെയാണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചതിനെ പറ്റി അല്ലാഹു അവർക്ക് വിവരം കൊടുക്കുന്നതാണ്. അല്ലാഹു പറയും, ദാ അത് ചെയ്തില്ലേ, നീ അവിടെ വെച്ചുകൊണ്ടത് ചെയ്തില്ലേ, നീ അവനെ കബളിപ്പിച്ചില്ലേ, അവനെ പറ്റിക്കപ്പെട്ടില്ലേ, അങ്ങനെ നാം ദുനിയാവിൽ വെച്ച് ചെയ്ത മുഴുവൻ കാര്യങ്ങളും നാളെ നമുക്ക് അല്ലാഹു വിവരം നൽകും. അഹ്സാഹുല്ലാ, നാം ചെയ്ത മുഴുവൻ കർമ്മങ്ങളെയും അല്ലാഹു കൃത്യമായി കണക്കാക്കി ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യവും അല്ലാഹു മറന്നു പോവുകയില്ല. വനസൂഹ്, അവരതിനെ മറക്കുകയും ചെയ്തിരിക്കുന്നു. ചെയ്ത നമ്മൾ ഒരുപക്ഷേ മറന്നുപോയിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ആ ചെയ്തു പോയ കാര്യം നമ്മൾ മറന്നുപോയിട്ടുണ്ടാകാം. നമ്മൾ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച്, പ്രായമാകുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. അല്ലാഹു നമ്മോട് പറയാ വനസൂഹു, അവരത് മറന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹു അതൊരിക്കലും മറക്കുകയില്ല. അല്ലാഹു അത് കൃത്യമായി കണക്കാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ചെയ്ത മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു അവർക്ക് വിവരം നൽകുന്നതാണ്. വല്ലാഹു, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും അല്ലാഹു ദൃക്സാക്ഷിയാണ്. എല്ലാ നാം ചെയ്യുന്ന സർവ്വകാര്യങ്ങൾക്കും റഹ്മാനായ റബ്ബ് ദൃക്സാക്ഷിയാണ്. അല്ലാഹു അത് കാണുന്നുണ്ട്, അല്ലാഹു അത് അറിയുന്നുണ്ട്, അല്ലാഹു അത് വീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറപ്പിക്കാൻ നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ നാളെ പരലോകത്ത് ഹാജരാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തും, ഇത് നീ ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നീ ചെയ്തതാണ്, നീ കണ്ടതാണ്, നീ കേട്ടതാണ്, നീ ഇന്ന രീതിയിൽ ഇത് സമ്പാദിച്ചതാണ്, എല്ലാം അവിടെ വിവരം അറിയിക്കപ്പെടും. എല്ലാ കാര്യങ്ങൾക്കും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് ദൃക്സാക്ഷിയായുണ്ട് എന്നാണ് അല്ലാഹു തആല സൂറത്തുൽ മുജാദിലയിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ അറിയേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നാമുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ പോലും കണ്ണ് വെട്ടിച്ചുകൊണ്ട് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷെ അള്ളാഹുവിനെ വെട്ടിച്ചുകൊണ്ട്, അള്ളാഹു കാണാതെ, അള്ളാഹു അറിയാതെ, അള്ളാഹു മനസ്സിലാക്കാതെ, അള്ളാഹു ഷഹീദായി, അള്ളാഹു സാക്ഷിയായി ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ആ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നാളെ പരലോകത്ത് അള്ളാഹു ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. അത് അള്ളാഹു ക്ലിപ്തമാക്കി ഒന്നുപോലും ഒഴിവാകാതെ, കടുകുമണിയുടെ അത്ര പോലും ഒഴിവാകാതെ അള്ളാഹു തആല അത് ഹാജരാക്കപ്പെടും. അത് അവൻ വ്യക്തമാക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്ന് അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, 7-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അലം തറ, നീ കണ്ടില്ലേ, നിനക്ക് കണ്ടുകൂടെ, അന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല, യഅലമു, അവൻ അറിയുന്നുണ്ട്, മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ള ഒന്ന്, വമാ ഫിൽ അർള്, ഭൂമിയിലുള്ളതും, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അല്ലാഹു കാണുന്നുണ്ട് എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ. മാ യകൂനു, ഉണ്ടാകുകയില്ല, മിൻ നജ്വാ, ഒരു ഗൂഢ സംസാരവും ഒരു രഹസ്യ സംസാരവും ഉണ്ടാവുകയില്ല. സലാസത്ത്, 3. അപ്പൊ 3 ആളുകളുടെ രഹസ്യ സംഭാഷണം ഉണ്ടാവുകയില്ല. ഇല്ലാഹുവ, അവനായിട്ടല്ലാതെ, ആര്? അല്ലാഹു ആയിട്ടല്ലാതെ, റാബിഉഹും, അവരിൽ 4-ാമൻ. അപ്പൊ 3 ആളുകൾ ഒരു രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ അവരുടെ ഇടയിൽ 4-ാമനായി ആരുണ്ട്? അല്ലാഹു ഉണ്ട്. 4-ാമനായി അല്ലാഹു ഇല്ലാതെ ഈ 3 ആളുകൾക്ക് ഒരു ഗൂഢരഹസ്യവും സൂക്ഷിക്കാൻ കഴിയില്ല. ഒരു സ്വകാര്യമായ ആലോചനകളും രഹസ്യ സംഭാഷണങ്ങളും നടത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ 3 ആളുകൾ സംസാരിക്കുമ്പോൾ 4-ാമനായി ആരുണ്ട്? അല്ലാഹു ഉണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. വലാ ഖംസത്തിൻ, 5 ആളുകളുടേത് ഇല്ല, ഇല്ലാഹുവ, അല്ലാഹു ഇല്ലാതെ, സാദിസുഹും, അവരിൽ 6-ാമനായി. 5 ആളുകൾ സംസാരിക്കുമ്പോ
അവര് രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ ആറാമനായി അള്ളാഹു ഉണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു വല അദിനാ മിൻ ദാലിക, വല അദിന അതിനേക്കാളും കുറഞ്ഞതും ഇല്ല, മിൻ ദാലിക അതിനേക്കാൾ. അള്ളാഹു ഇവിടെ പറഞ്ഞത് മൂന്നാളുകൾ സംസാരിക്കുമ്പോൾ നാലാമനായി അള്ളാഹു ഉണ്ട്, അതിനേക്കാൾ കുറഞ്ഞതും ഇല്ല. അഥവാ ഒരു രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ മൂന്നാമനായി ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അതേ പ്രകാരം അതിനേക്കാൾ കുറഞ്ഞതും ഇല്ല, വല അക്സറ അധികമായതുമില്ല, ഇല്ലാഹുവ അവനല്ലാതെ, അവൻ ഇല്ലാതെ, മഅഹും അവരോടൊപ്പം. അപ്പോൾ അള്ളാഹു ഇവിടെ പറഞ്ഞത് 5 ആളുകൾ സംസാരിക്കുമ്പോ, 5 ആളുകൾ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ ആറാമനായി അള്ളാഹു ഉണ്ട്. അതിനേക്കാൾ കുറഞ്ഞ ആളുകൾ, ഒരു 100 ആളുകൾ സംസാരിക്കുകയാണ്, എന്നാൽ 101ാമനായി അവരോടൊപ്പം അള്ളാഹു ഉണ്ട്. 1,00,000 ആളുകൾ ഗൂഢാലോചന നടത്തുകയാണ്, എന്നാൽ അതിനെ ഒരാളായി അവരോടൊപ്പം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട്. എത്ര കുറഞ്ഞതാകട്ടെ എത്ര കൂടിയതാകട്ടെ അവരോടൊപ്പം റഹ്മാനായ റബ്ബുണ്ട്. അള്ളാഹു ഇല്ലാതെ അവർക്ക് ഒരു രഹസ്യ സംഭാഷണവും ഒരു ഗൂഢ സംസാരവും നടത്താൻ കഴിയില്ല. ഐനമാ കാനൂ, എന്നിട്ട് അള്ളാഹു പറയാ ഐനമാ കാനൂ, അവർ എവിടെയായിരുന്നാലും. എത്ര ആരും കാണാത്ത ഉള്ളറകളുടെ ഉള്ളറകളിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ചയെങ്കിലും സംസാരമെങ്കിലും അവരോടൊപ്പം ആരുണ്ട്? റഹ്മാനായ റബ്ബുണ്ട്. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും തെറ്റുകളിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ലല്ലോ. എന്ത് തന്നെ ചർച്ചകൾ ചെയ്യുമ്പോഴും, എന്ത് തന്നെ രഹസ്യമായി നമ്മൾ പറയുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മോടൊപ്പം ആരുണ്ട്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട് എന്നാണ് അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നടത്തിയ ധാരാളം ഉപദേശങ്ങൾ സൂറത്തുൽ ലുക്മാനിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, മാതാപിതാക്കളെ അവരെ പരിപാലിക്കണം, അവർക്ക് നന്മകൾ ചെയ്യണം, മോനെ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, അഹംഭാവത്തോടുകൂടെ ജനങ്ങളുടെ നേരെ നീ മുഖം ചുളിക്കാൻ പാടില്ല, അവരെ അവഗണിക്കാൻ പാടില്ല തുടങ്ങിയ ധാരാളം നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ സ്വന്തം മകനെ യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ ഉപദേശിക്കുമ്പോ അതിലൊരു ഉപദേശം നമുക്ക് ഇങ്ങനെ കാണാം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മോനെ നിശ്ചയമായും ഒരു കാര്യം അതൊരു കടുകിന്റെ മണിയുടെ തൂക്കമായിരുന്നാലും, ഒരു കടുകുമണി തൂക്കം ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം എന്ത് ചെയ്തു? ഫതകുൻ ഫീ സുഖ്റ, എന്നിട്ട് അതൊരു പാറക്കല്ലിന്റെ ഉള്ളിലാണ് അത് കൊണ്ടുപോയി വെച്ചത്. ഒരു ചെറിയ ഒരു കാര്യം ചെയ്തു, അത് പാറക്കല്ലിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചെയ്തത്. ഔ ഫിസ് സമാവാത്, അല്ലെങ്കിൽ ആകാശങ്ങളിലോ, ഔ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിലോ എവിടെ ആയിരിക്കുകയും ചെയ്താലും, ഒരു കടുകുമണിയുടെ അത്രയും വലുപ്പമുള്ളത് ഒരു പാറക്കല്ലിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ അതിനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ ആകാശങ്ങളുടെയോ ഭൂമികളുടെയോ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുപോയി വെച്ചാൽ അത് കണ്ടുപിടിക്കുക എന്നത് പ്രയാസമാണ്. എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ലുക്മാൻ അലൈഹിസ്സലാം മകനോട് പറയുന്നത്, മകനെ നീ ആ കടുകുമണിയുടെ തൂക്കമുള്ള ആ കാര്യം അത് ഏതെങ്കിലും പാറക്കല്ലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും യഅ്തി ബിഹാ, അള്ളാഹു അത് രംഗത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും മോനെ, അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് അള്ളാഹു തആല മറന്നു പോകുന്ന കാണാത്ത പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് ലുക്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ചില്ലേ? അതേപോലെ തന്നെ അള്ളാഹു തആല നമ്മോട് പറയുന്നത്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ കാര്യവും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്. ഒരു 3 ആളുകളുടെ രഹസ്യ സംഭാഷണം അവരിൽ അള്ളാഹു 4ആമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. 5 ആളുകൾ സംസാരിക്കുമ്പോൾ 6ആമനായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാവും. അതിനേക്കാൾ താഴെയുള്ളതാകട്ടെ അധികരിച്ചതാകട്ടെ അള്ളാഹു അവരോടൊപ്പമില്ലാതെ ഒരിക്കലും ഇരിക്കുകയില്ല. അത് എവിടെയായിരുന്നാലും, എത്ര അടച്ചിട്ട സ്ഥലങ്ങളിലായിരുന്നാലും, ആകാശങ്ങളിലുള്ള ഏത് കോണിൽ പോയി ചെയ്താലും, ഭൂമിയിലെ ഏത് കോണുകളിൽ പോയി ചെയ്താലും, കടലിൽ എവിടെ പോയി ചെയ്താലും, എത്ര രഹസ്യമായി ചെയ്താലും ശരി, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ ഉണ്ടാകും അവൻ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, സുമ്മ യുനബ്ബിഉഹും, പിന്നെ അവൻ അവരെ വിവരമറിയിക്കും, ബോധ്യപ്പെടുത്തും, ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിനെ പറ്റി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഇതാ ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നീ അത് ചെയ്തില്ലേ. വളരെ നിസാരമായ കാര്യമായിരിക്കാം, എന്നാലും അല്ലാഹു അത് കൊണ്ടുവരും, അത് അവരെ ബോധ്യപ്പെടുത്തും, അവരുടെ മുമ്പിൽ കൊണ്ടുവരും അന്ത്യനാളിൽ. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അവൻ അറിയുന്നവനാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ആയത്തുകളിൽ നിന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്
പറയുന്നത്, നിങ്ങൾ എവിടെ വെച്ചുകൊണ്ടാണെങ്കിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവന്റെ കണ്ണു വെട്ടിച്ച് അവൻ കാണാതെ ചെയ്യാമെന്ന ഒരു ധാരണ ഉണ്ടാകരുത്. ഞാൻ എവിടെ വെച്ച് എന്ത് ചെയ്താലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. ഞാൻ ആ ചെയ്ത കാര്യം നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്ന കൃത്യമായ ചിന്തയുണ്ടാകണം. അതുകൊണ്ട് ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂല, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിനോടും ആരെങ്കിലും കിടമത്സരം നടത്തുകയാണെങ്കിൽ കുബിതൂ മാ കുബിതല്ലദീന മിൻ ഖബലിഹിം, അവരുടെ മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടുകയും ചെയ്യുമെന്ന ആ കൃത്യമായ താക്കീത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും കാത്തു സൂക്ഷിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങളെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.